രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് വീഡിയോ ചെയ്താലോ തോന്നി കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം 6-8 മണിക്കൂർ ഫാസ്റ്റിംഗ് അല്ലെ, ഉറക്കത്തിന് ശേഷം അത് ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കഴിക്കുന്ന സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു പേര് കിട്ടാനുള്ള കാരണം അത് തന്നെ കേട്ടോ. എന്നാൽ പലരും സമയക്കുറവിൻ്റെ പേരും പറഞ്ഞിട്ടോ, ഇനി വിശപ്പില്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വെയിറ്റ് മാനേജ്മെൻറ്റ്, ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് ബ്രേക്ക്ഫാസ്റ്റ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ 8 മണിക്കൂർ ഫാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അതിനാവശ്യമായ ഊർജ്ജം അല്ലെങ്കിൽ എനർജി നമുക്ക് വേണം, പിന്നെ ആവശ്യത്തിന് പോഷക ഘടകങ്ങൾ വേണം. അപ്പോൾ ഇതൊക്കെ ശരിക്കും കിട്ടിയാൽ മാത്രമേ ശരിക്കും നമുക്ക് കോൺസെൻട്രേഷൻ എന്തെങ്കിലും നല്ല കോൺസെൻട്രേറ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ ശരിക്കും നടക്കാനൊക്കെ സാധിക്കുള്ളൂ. കൂടാതെ ശരിയായ ഒരു മൂഡ് ലഭിക്കാനും ബ്രേക്ക്ഫാസ്റ്റ് സഹായിക്കും കേട്ടോ. ഇനി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്ന് ചോദിച്ചാൽ അതിൽ ശരിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ് അഥവാ ധാന്യകം ഉണ്ടാവണം, പ്രോട്ടീൻ അഥവാ മാംസ്യം ഉണ്ടാകണം, ഇനി ഫാറ്റ് അഥവാ കൊഴുപ്പ് ഉണ്ടാകണം. ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും ഇഫക്റ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ശരിയായ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനങ്ങളുടെ നിരക്ക് കൂട്ടാനും അമിതാഹാരം നിയന്ത്രിക്കാനും അങ്ങനെ നമുക്ക് പൊണ്ണത്തടി ഒഴിവാക്കാനും സാധിക്കുന്നു. കൂടാതെ വിട്ടുമാറാത്ത പല രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും നമ്മുടെ ഈ ശരിയായ ബ്രേക്ക്ഫാസ്റ്റ് സഹായിക്കും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്ത് കിട്ടാനും. അപ്പോൾ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ പുട്ടുണ്ട്, ഇതിൽ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇത് കടല എന്ന് ചന്ന മസാല ആക്കി എടുത്തിരിക്കുന്ന നല്ല പ്രോട്ടീൻ ഉണ്ട്, നമുക്കറിയാം. മുട്ടയുണ്ട്, മുട്ടയിൽ ആവശ്യത്തിന് പ്രോട്ടീനും ഫാറ്റും ഉണ്ട്. പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട്, പപ്പടം അത്ര മസ്റ്റ് അല്ല എങ്കിലും പപ്പടത്തിലും ശരിക്കും ഉഴുന്നുകൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിലും ആവശ്യമായ പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ രാവിലെ ഒരു ചായ കുടിച്ചാറുന്നത് എല്ലാ ദിവസവും അതിനൊരു മിൻറ്റ് കട്ടനും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.